Respected teachers and my dear friends, good morning. ഇന്ന് 2026 ലോക പരിസ്ഥിതി ദിനം. ഈ അവസരത്തിൽ നാഷണൽ സർവീസ് സ്കീം പ്രധാനമായും നമുക്ക് നൽകുന്ന സന്ദേശം ഇൻസ്പയർ ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി വേണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും കൂടിയുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന പല പ്രകൃതി ദുരന്തങ്ങൾക്കും ചൂടിനും കാരണം മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങളാണ്. വനനശീകരണവും മലിനീകരണവും നമ്മുടെ കാലാവസ്ഥയെ പൂർണ്ണമായി മാറ്റിമറിച്ചു. ഇവിടെയാണ് നാം പ്രകൃതിയെ മാതൃകയാക്കേണ്ടത്. പ്രകൃതി നമ്മളോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല, മറിച്ച് എല്ലാം നമുക്കായി തരുകയാണ് ചെയ്യുന്നത്. ആ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയൂ. രണ്ടാമതായി, ഇന്ന് നാം അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ഒരു പരിധിവരെ കാരണം മലിനീകരണമാണ്. റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ് എന്നത് നമുക്ക് പ്രാവർത്തികമാക്കാം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, വെള്ളം പാഴാക്കാതിരിക്കുക, ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഒരു ദിവസത്തെ മാത്രം പരിപാടിയാക്കരുത്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. മൂന്നാമതായി, നമ്മുടെ ഭാവിയെക്കുറിച്ചാണ് ഓർക്കേണ്ടത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറയും പോലെ നാളത്തെ തലമുറയ്ക്ക്, അതായത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ എന്നുള്ളൊരു ഭൂമി ബാക്കി വെക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശുദ്ധമായ വായുവും വെള്ളവും അവർക്കും അവകാശപ്പെട്ടതാണ്. പ്രിയപ്പെട്ട കൂട്ടരെ, വെറുതെ കുറേ കാര്യങ്ങൾ കേട്ടു എന്നതിനപ്പുറം നമ്മൾ ഇന്നു മുതൽ ചില തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും ചെറിയ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കുക. പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിനായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം. പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നന്ദി, നമസ്കാരം.